നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ മസാല ബോണ്ട് വിവാദവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതായത് ഇഡിയുടെ നീക്കങ്ങളും പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകൾ കേരളം വളരെയേറെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചത് വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ മാത്രമാണ്, ഇഡി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ബി.ജെ.പിയും CPM-ഉം തമ്മിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന അവിശുദ്ധമായ ഒത്തുകളിയുടെ നേർ ചിത്രമാണ് പുറത്തു കൊണ്ടുവരുന്നത്. പുറമേക്ക് കടുത്ത രാഷ്ട്രീയ വൈരികളായി നടക്കുന്ന ഈ രണ്ട് പാർട്ടികളും തങ്ങളുടെ പൊതുശത്രുവായ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-നെ ദുർബലപ്പെടുത്താൻ രഹസ്യമായി കൈകോർക്കുന്നു എന്ന ആരോപണം കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഈ ഇഡി നീക്കം യഥാർത്ഥത്തിൽ നിയമ നടപടിയുടെ ഭാഗം എന്നതിലുപരി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് CPM-നെ ഭയപ്പെടുത്തി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അവർക്ക് സൗകര്യമൊരുക്കുന്ന ഒരു താൽക്കാലിക ഒത്തുതീർപ്പാണ് എന്ന കോൺഗ്രസിന്റെ വിമർശനം രാഷ്ട്രീയ സംഭവങ്ങൾ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിഷയത്തിലേക്ക് വരാം. മസാല ബോണ്ട് വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണം കേരള രാഷ്ട്രീയത്തിൽ ഏറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒത്തുകളി ആരോപണത്തിന് കൂടുതൽ ശക്തി പകരുന്ന ഒന്നാണ്. വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ മാത്രമാണ് ഇഡി നോട്ടീസ് അയച്ചത്, അവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന സതീശന്റെ വാക്കുകൾക്ക് പിന്നിൽ കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ വിമർശനത്തിന്റെ മൂർച്ച നമുക്ക് കാണാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് CPM-നെ ഭയപ്പെടുത്തി നിർത്താനും എന്നാൽ അവർക്ക് വലിയ ദോഷമുണ്ടാകാതെ സംരക്ഷിക്കാനുമുള്ള BJP-യുടെ തന്ത്രമാണ് എന്ന് കോൺഗ്രസ് സംശയിക്കുന്നതിൽ അതിശയോക്തി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കേരളത്തിലെ BJP-CPM ബന്ധം ഒരു ഒത്തുകളിയുടെ രൂപത്തിലാണ് പലപ്പോഴും പ്രകടമാകാറുള്ളത്. ഇരു പാർട്ടികളും പരസ്പരം ശക്തമായി പോരാടുന്നതായി പുറമേക്ക് നടിക്കുമ്പോഴും സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-നെ ദുർബലപ്പെടുത്താൻ അവർ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുവെന്ന് വി.ഡി. സതീശന്റെ വിമർശനത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ സംഭവങ്ങളുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് പോലുള്ള നിർണായക വിഷയങ്ങളിൽ പോലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ മന്ദഗതിയിലാകുന്നത് ഈ ആരോപണത്തെ ബലപ്പെടുത്തുന്നത് തന്നെയാണ്. കേസുകളിലെ സുപ്രധാനമായ വഴിത്തിരിവുകൾക്ക് ശേഷം അന്വേഷണം പെട്ടെന്ന് നിലച്ചു പോകുകയോ അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുന്ന വിധത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് വഴിമാറി പോകുകയോ ചെയ്യുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇത് കേന്ദ്രത്തിൽ ഭരണമുള്ള BJP-ക്ക് CPM ഭരണത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ താല്പര്യമില്ല എന്നതിന്റെ സൂചന തന്നെയാണ്. ഈ ഒത്തുകളി ആരോപണത്തിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ടുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ BJP സംസ്ഥാന നേതൃത്വം വേണ്ടത്ര രാഷ്ട്രീയ ആയുധമാക്കാതെ പിന്നോട്ട് പോയി എന്ന വിമർശനം. CPM നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങളിൽ വേണ്ടത്ര വേഗതയോ അല്ലെങ്കിൽ വേണ്ടത്ര തീവ്രതയോ ഇല്ലാത്തതിന്റെ നേർ വിപരീതമാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ BJP-യുടെ കേന്ദ്ര നേതൃത്വം പോലും ഏറ്റെടുത്ത് ആഘോഷിക്കുന്ന കാര്യം. ഇതിലൂടെ സംസ്ഥാനത്ത് CPM BJP ഇരു കൂട്ടർക്കും ദുർബലപ്പെടുത്തുന്നുണ്ട് എന്ന് UDF-നെയാണ് എന്ന പൊതു അജണ്ടയാണ് വ്യക്തമാക്കുന്നത്. ഇഡി നോട്ടീസിന്റെ കാര്യത്തിൽ വെറുതെ പേടിപ്പിക്കൽ എന്ന സതീശന്റെ നിരീക്ഷണം രാഷ്ട്രീയപരമായ ഒരു വിലയിരുത്തലാണ്. അതായത് CPM നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുകയും അതുവഴി കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം നിയമപരമായ ഒരു പ്രത്യാഘാതവും ഈ നീക്കത്തിലൂടെ ഉണ്ടാവാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ അഴിമതിക്ക് എതിരാണെങ്കിൽ എന്തുകൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലെ പോലെ ശക്തമായ തുടർ നടപടികൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ഏറെ പ്രസക്തവുമാണല്ലേ. ഈ ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ ഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. സംസ്ഥാന ഭരണം നടത്തുന്നവർ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ പലതും വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ന് മാത്രമേ BJP-യുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ CPM-ന്റെ ഭരണ പിടിവാശിക്കും ഒരേപോലെ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്ന നഗ്ന സത്യം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം.